ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിയിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിയിടുവിൻ. മക്കളെ, നിങ്ങൾ ഇങ്ങനെ അശ്രദ്ധമായി പ്രേയർ നേടിക്കാൻ പാടില്ല. സർവശക്തനായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് മറക്കരുത്. പപ്പ, അതിന് ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വെറുതെ എനിക്ക് ഗെയിം കളിക്കാനുള്ള ടൈമിനാണ് ഒരു പ്രാർത്ഥന. ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ദൈവഭയമില്ല ചായ. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും യാതൊരു താല്പര്യവുമില്ല. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക? ഇവിടെ ഒന്നിനും ഒരു കുറവില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തെ ഓർക്കേണ്ട കാര്യമില്ല. ശരിക്കും ഈ ദൈവം എന്ന് പറയുന്ന ആളുണ്ടോ പപ്പ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ടൈം കളയുന്ന എന്തിനാണ്? പപ്പയും മമ്മിയും എപ്പോഴും ഫാസ്റ്റിംഗ് പ്രയറിലാണ്. ഈ ഷുഗറും പ്രഷറും ഒക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? മോനെ, അത് നമ്മുടെ ദൈവത്തെ പറ്റി അറിയാത്തതുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. സ്വർഗത്തിലായിരുന്ന മുഴുവൻ സൃഷ്ടികളെയും ഭരിക്കുന്ന സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മൾ വർഷിപ്പ് ചെയ്യണ്ടേ? അതേ കുഞ്ഞുങ്ങളെ, നമ്മുടെ സൃഷ്ടാവും പിതാവും ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ഞങ്ങളോട് സംസാരിക്കുന്നില്ലേ? അതുപോലെ നമുക്കും ദൈവത്തോട് സംസാരിക്കാം. അപ്പോൾ ദൈവം നമ്മളോട് തിരിച്ചു സംസാരിക്കുമോ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ? എടാ, പാസ്റ്റങ്ങൾ പ്രസംഗിച്ചപ്പോ പറഞ്ഞു കേട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ വായിക്കണമെന്ന്. അപ്പോ ദൈവം നമ്മളോട് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമെന്ന്. എനിക്കറിയത്തില്ല, ഞാൻ ബൈബിൾ വായിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. മോനെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിനെ വളരെ വേദനിപ്പിക്കുക. നിങ്ങൾ പപ്പയോടും മമ്മിയോടും മിണ്ടാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമമാവില്ലേ? അതുപോലെ പ്രേയറിന്റെ പവർ വളരെ വലുതാണ് കുഞ്ഞോളെ. ബൈബിളിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വലിയ വലിയ മിറക്കിൾസ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ബൈബിൾ ഒന്ന് ആക്ച്വൽ ഒന്ന് വായിച്ചു നോക്കൂ, അപ്പോൾ അറിയാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സഹോദരങ്ങളെ, നമ്മുടെ പത്രോസിനെ ഹെരോദാവിന്റെ പട്ടാളക്കാരെ പിടിച്ചോണ്ടുപോയി നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പത്രോസിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. നാളെയാണ് വിസ്താരം. പക്ഷെ നമ്മുടെ ഒപ്പായിട്ട് പത്രോസ് വിടുവയ്ക്കും. അത് തീർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പത്രോസേ, അരകെട്ടി ചെരുപ്പിട്ട് കൊടുക്കുക. നിന്റെ വസ്ത്രം പൊതിച്ച് എന്റെ പിന്നാലെ വരിക. കർത്താവേ, എന്റെ ചങ്കല എവിടെ? ഇപ്പൊ സ്വപ്നമല്ലായിരുന്നോ? കർത്താവ് എന്നെ വിടുവിച്ചിരിക്കുന്നു. എന്ത് അത്ഭുതമാണ് എന്റെ കർത്താവ് വിടുവിച്ചിരിക്കുന്നു. നന്ദി കർത്താവ്. വാതിലോർക്ക്. അയ്യോ, പത്രോസോ! സഹോദരങ്ങളെ, പത്രോസ് പുറത്തു നിൽക്കുന്നു. ഭ്രാന്താണോ? പത്രോസോ? ഭ്രാന്തല്ല, സത്യം. വരൂ, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. വരെ നമുക്ക് പോയി നോക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നടന്നതൊക്കെ ഞാൻ വിശദമായി പറയാം.
കണ്ടോ എത്ര അത്ഭുതകരമായാണ് പത്രോസിനെ ദൈവം വിടുവിച്ചത്. പ്രേരണ പവർ ഒന്ന് മാത്രമാണ് പത്രോസിനെ വിടുവിച്ചത്. എനിക്കറിയത്തില്ലായിരുന്നു പപ്പ. സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പീറ്ററിനെ വിടുവിച്ച പോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമല്ലേ പപ്പ? തീർച്ചയായും കേൾക്കും. നിങ്ങൾ കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ കർത്താവായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, കർത്താവിനോട് ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ നന്മകൾക്കും പാപത്തിൽ നിന്ന് വിടുവിച്ചതിനും കർത്താവിനോട് നന്ദിയും കൂടി പറയണം. എല്ലാ ദിവസവും എല്ലാ മൊമെന്റും കർത്താവായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ പത്രോസിന് വേണ്ടി ഏഞ്ചലിനെ അയച്ചതുപോലെ നിങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ ഏഞ്ചൽസ് വരും. ഉറപ്പായും പപ്പ. ഇനി മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. കർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഇനി ഞങ്ങൾ ചെയ്യില്ല. God bless you, മക്കളെ. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ സ്വർഗീയ പിതാവിനോട് എന്നും പ്രാർത്ഥിക്കുവാനും എന്നും വചനം വായിക്കുവാനും ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന നല്ല പൈതങ്ങളായിരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മറക്കാതിരിക്കുക, നമ്മൾ കർത്താവിന്റെ വചനങ്ങൾ അനുസരിച്ച് നടന്നാൽ അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഏത് സമയത്തും നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കാൻ സ്വർഗസ്വനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.